ഷോർട്ട് സൈറ്റ് ഉള്ളപ്പോൾ ഇത്രയധികം ടൈപ്പ് ചെയ്യുന്നത് അല്പം ക്ലേശകരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോഴെനിക്ക് നോക്കാതെ തന്നെ അക്ഷരങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയാം. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾക്കെങ്ങനെ അറിയാനാകും? ഇതൊരു സാധാരണ കേസാണ്. എന്നാൽ കഥയിൽ സംഭവിക്കുന്നതെല്ലാം അസാധാരണമായ കാര്യങ്ങളാണ്. വിവാഹ ദിവസം തന്നെ വരൻ അപ്രത്യക്ഷനാകുന്നു. അയാൾക്ക് എന്താണ് സംഭവിച്ചത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ? മിസ് മേരി സദർലാൻഡിന്റെ ആ വിചിത്രമായ കേസ് ഇങ്ങനെയാണ്. മിസ്റ്റർ ഹോംസ്, മിസ്സിസ് ഈതറേജിൽ നിന്നും അങ്ങയെക്കുറിച്ച് കേട്ടതിനാലാണ് ഞാൻ വന്നത്. പോലീസും മറ്റെല്ലാവരും മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിച്ച അവളുടെ ഭർത്താവിനെ അങ്ങ് നിഷ്പ്രയാസം കണ്ടുപിടിച്ചു. അത്രയും അങ്ങ് എനിക്ക് വേണ്ടിയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പണക്കാരിയൊന്നുമല്ല, എങ്കിലും ആണ്ടിൽ 100 പവൻ അവകാശമുറക്കെ എനിക്ക് കിട്ടും. കൂടാതെ ഞാൻ എൻ്റെ യന്ത്രം കൊണ്ടും അല്പം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അത് മുഴുവൻ തരാൻ തയ്യാറാണ്. അതെ, ഞാൻ വീട്ടിൽ നിന്നും ബഹളമുണ്ടാക്കിയാണ് പോകുന്നത്. കാരണം മിസ്റ്റർ വിൻഡി ബാങ്ക്, അതായത് എൻ്റെ അച്ഛൻ, അദ്ദേഹം കൈക്കൊണ്ട് ഉദാസീനത കണ്ടിട്ട് എനിക്ക് ദേഷ്യം വന്നു. പോലീസിൽ പോവില്ല, താങ്കളുടെ അടുത്ത് വരില്ല, ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതെ അദ്ദേഹം ഇരിക്കുന്നത് എന്നെ ഭ്രാന്തിയാക്കി. അതിനാൽ എൻ്റെ സാധനങ്ങളും എടുത്ത് ഞാൻ നേരെ നിങ്ങളുടെ അടുത്തേക്ക് പോന്നു. നിങ്ങളുടെ അച്ഛനോ അതോ രണ്ടാനച്ഛനോ? പേര് വേറെയാണ്. അതെ, എൻ്റെ രണ്ടാനച്ഛൻ. ഞാൻ അച്ഛനെന്ന് വിളിക്കുന്നു, അല്പം വിചിത്രമാണെങ്കിലും. കാരണം അയാൾ 5 വർഷവും 2 മാസവും മാത്രം എന്നേക്കാൾ പ്രായക്കൂടുതലുള്ളവനാണ്. നിങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്നോ? ഉവ്, അമ്മ ആരോഗ്യവതിയായിരിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം അത്ര വേഗം അവരെക്കാൾ 15 വയസ്സ് കുറവുള്ള ഒരാളെ വിവാഹം കഴിച്ചത് എനിക്കത്ര ഇഷ്ടമായില്ല ഹോംസ്. ഡോട്ടൺഹാം കോർട്ട് റോഡിൽ പൈപ്പിടുന്ന ജോലിയായിരുന്നു എൻ്റെ അച്ഛന്. അദ്ദേഹം മരിച്ചപ്പോൾ ആ ചെറിയ സ്ഥാപനം അമ്മ ഏറ്റെടുത്ത് ഫോർമാനായ മിസ്റ്റർ ഹാർഡിയുടെ സഹായത്തോടെ അത് തുടർന്ന് നടത്തി. പക്ഷേ മിസ്റ്റർ വിൻഡി ബാങ്ക് വന്നപ്പോൾ അവർ ബിസിനസ് വിറ്റ് കളഞ്ഞു. ആ സ്ഥാപനം വിറ്റപ്പോൾ അവർക്ക് 4700 പവൻ കിട്ടി. അച്ഛൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതിലൊക്കെ കൂടുതൽ കിട്ടുമായിരുന്നു. കാടുകയറിയ അപ്രധാനമായ ആ വിവരണം കേട്ട് ഷെർലക് ഹോംസ് അക്ഷമനാകുമെന്നാണ് വാട്സൺ കരുതിയത്. വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹം അതെല്ലാം കേട്ടിരുന്നു. നിങ്ങളുടെ അല്പവരുമാനം ഈ ബിസിനസ്സിൽ നിന്നും ഉള്ളതാണോ? അല്ല സാർ, അത് തീർത്തും വേറെയാണ്. ഓക്ലൻഡിലെ എൻ്റെ അമ്മാവൻ നെഡ് എനിക്ക് നീക്കി വെച്ചിരുന്നതാണത്. ന്യൂസിലൻഡ് സ്റ്റോക്കിലുള്ള ഓഹരിയുടെ 4.5% കിട്ടും. 2500 പവനാണ് ആ തുക. എന്നാൽ എനിക്ക് പലിശ മാത്രമേ എടുക്കാനാവൂ. വളരെ താല്പര്യമുളവാക്കുന്നു നിങ്ങൾ. 100 പവൻ വരുന്ന വലിയ തുക ആണ്ടിൽ കിട്ടിയിരുന്നതിനാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അല്പസ്വല്പം യാത്ര ചെയ്താൽ മതിയാവും. അവിവാഹിതയായൊരു സ്ത്രീക്ക് 60 പവൻ വരുമാനമുണ്ടായാൽ വളരെ നന്നായി ജീവിക്കാനാവും. മിസ്റ്റർ ഹോംസ്, അതിനേക്കാൾ കുറവായാലും എനിക്ക് കഴിയാനൊക്കും. പക്ഷെ വീട്ടിൽ കഴിയുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് ഒരു ഭാരമാവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് താങ്കൾ മനസ്സിലാക്കണം. തീർച്ചയായും അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. മിസ്റ്റർ വിൻഡി ബാങ്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും എൻ്റെ പലിശ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുന്നു. എനിക്ക് ജീവിക്കാൻ വേണ്ടത് ഞാൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഷീറ്റിന് 2 പെൻസാണ് എനിക്ക് കിട്ടുക. ഒരു ദിവസം 10, 15, 20 ഷീറ്റ് എനിക്ക് ടൈപ്പ് ചെയ്യാനാകും. മിസ് മേരി സദർലാൻഡ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം വളരെ വ്യക്തമാക്കി. ഹോസ്മർ ഏഞ്ചലുമായി നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എല്ലാം തുറന്നു പറയൂ. മിസ് സദർലാൻഡിന്റെ മുഖം വിവരണമായി. ജാക്കറ്റിന്റെ അരികിൽ വിറയലോടെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡി ബാങ്കിന് ഞങ്ങൾ ഒരിടത്ത് പോകുന്നതും ഇഷ്ടമല്ല. സൺഡേ സ്കൂൾ ട്രീറ്റിന് ഞാൻ ചേരണമെന്ന് ആവശ്യപ്പെട്ടത് പോലും അദ്ദേഹത്തെ ഭ്രാന്തനാക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്നെ തടയാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം? അച്ഛൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടാകുമ്പോൾ അവരെല്ലാം ഞങ്ങളെ അറിയുന്നത് ശരിയല്ലത്രേ എന്നൊക്കെയാണ് രണ്ടാനച്ഛൻ വിൻഡി ബാങ്ക് അതിന് കാരണമായി പറയുന്നത്. അവസാനം മറ്റൊന്നും നടക്കില്ലെന്നായപ്പോൾ ഫാക്ടറിയുടെ ബിസിനസ്സിനായി അദ്ദേഹം ഫ്രാൻസിലേക്ക് പോയി. പക്ഷെ ഞാനും അമ്മയും ഞങ്ങളുടെ ഫോർമാനായിരുന്ന മിസ് ഹാർഡിയുമൊത്ത് ആ ഫംഗ്ഷന് പോയി. അവിടെ വെച്ചാണ് മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ ഞാൻ കണ്ടത്. നിങ്ങളുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡി ബാങ്ക് ഫ്രാൻസിൽ നിന്നും മടങ്ങി വന്നപ്പോൾ നിങ്ങൾ ആ നൃത്ത പരിപാടിക്ക് പോയത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചു എന്ന് ഞാൻ കരുതട്ടെ? ഇല്ല ഹോംസ്, അതേക്കുറിച്ച് അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. ഞാൻ ഓർക്കുന്നു, അദ്ദേഹം തോൾ കുലുക്കി ചിരിച്ചു. സ്ത്രീകളെ ഒന്നിനും തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് വിശേഷമില്ല, കാരണം അവർക്ക് അവരുടെ വഴി കാണും എന്നും അദ്ദേഹം പറഞ്ഞു. അത് ശരി. അങ്ങനെ ഗ്യാസ് ഫിറ്റേഴ്സ് ഡാൻസിന് പോയപ്പോൾ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ എന്ന മാന്യനെ നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിയാണ് സാർ, ഞാൻ അയാളെ ആ രാത്രി കണ്ടു. ഞങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തിയോന്ന് പിറ്റേന്ന് വീട്ടിൽ വന്ന് അയാൾ അന്വേഷിച്ചു. പിന്നെയും ഞാൻ അയാളെ കണ്ടു, അതായത് 2 തവണ നടക്കാൻ പോകുമ്പോൾ. അത് കഴിഞ്ഞപ്പോൾ രണ്ടാനച്ഛൻ വിൻഡി ബാങ്ക് തിരിച്ചു വന്നു. പിന്നെ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് വീട്ടിൽ വരാൻ സാധിച്ചില്ല. നിങ്ങൾക്കറിയാമല്ലോ,
അച്ഛൻ അതൊന്നും ഇഷ്ടമായിരുന്നില്ല. സ്വന്തം കുടുംബാന്തരീക്ഷത്തിൽ തന്നെ സ്ത്രീ സന്തോഷം കണ്ടെത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങളെ കാണാൻ അയാൾ പിന്നെയും ശ്രമിച്ചതേയില്ലേ? അച്ഛൻ ഒരാഴ്ചയ്ക്കകം ഫ്രാൻസിലേക്ക് വീണ്ടും പോകാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം പോകുന്നതുവരെ പരസ്പരം കാണാതിരിക്കുകയാണ് നല്ലതെന്നാണ് ഹോസ്മർ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തത്. അതുവരെ അദ്ദേഹം എഴുത്തയക്കാമെന്നും പറഞ്ഞു. എന്നും രാവിലെ ഞാൻ തന്നെ കത്തുകൾ കൊണ്ടുവന്നിരുന്നതിനാൽ അച്ഛൻ അറിയേണ്ട കാര്യമില്ലായിരുന്നു. ഈ സമയം നിങ്ങൾ അയാളുമായി വിവാഹബന്ധം ഉറപ്പിച്ചിരുന്നോ? ഓ ഉവ്വ് മിസ്റ്റർ ഹോംസ്, ഞങ്ങളുടെ ആദ്യത്തെ നടത്തത്തിന് ശേഷം തന്നെ വിവാഹം നിശ്ചയിച്ചു. ഹോസ്മർ ഏഞ്ചൽ ലെഡൻഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിലെ ക്യാഷിയർ ആയിരുന്നു. ഏത് ഓഫീസിലെയാണ്? അതാണ് അതിലെ ദയനീയത മിസ്റ്റർ ഹോംസ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ പിന്നെ എവിടെയാണ് ജീവിച്ചിരുന്നത്? അയാൾ അതിൻ്റെ പരിസരത്ത് എവിടെയാണ് താമസിച്ചിരുന്നത്? നിങ്ങൾക്ക് അയാളുടെ മേൽവിലാസം അറിഞ്ഞുകൂടെ? ഇല്ല, ലെഡൻഹാൾ സ്ട്രീറ്റിലാണെന്ന് മാത്രം അറിയാം. പിന്നെ നിങ്ങൾ കത്തുകൾ എങ്ങനെ അയച്ചിരുന്നു? ആവശ്യപ്പെടും വരെ വച്ചേക്കണമെന്നും പറഞ്ഞ് ലെഡൻഹാൾ സ്ട്രീറ്റ് പോസ്റ്റ് ഓഫീസിലേക്ക് അയക്കുമായിരുന്നു. ഒരു സ്ത്രീയിൽ നിന്നും മുറയ്ക്ക് കത്ത് വരുന്നത് കണ്ട് മറ്റു ക്ലർക്കുമാർ പരിഹസിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം ചെയ്യുന്നത് പോലെ തന്നെ ഞാനത് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതും വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ എഴുതിയാൽ അത് എൻ്റെ കയ്യിൽ നിന്നും വരുന്നതായും ടൈപ്പ് ചെയ്താൽ ഞങ്ങൾക്കിടയിൽ ഒരു യന്ത്രം നിൽക്കുന്നതായും തോന്നുമത്രേ. മിസ്റ്റർ ഹോംസ്, ഇതൊന്നു മാത്രം പോരെ? അദ്ദേഹത്തിന് എന്നോട് എത്ര സ്നേഹമായിരുന്നുവെന്നും നിസ്സാര കാര്യങ്ങളിൽ പോലും അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്നും തെളിയാൻ അത് വളരെ സൂചനാത്മകമാണ്. നിസ്സാര കാര്യങ്ങൾ വളരെ പ്രധാനമാണെന്നുള്ളത് എൻ്റെ മൗലിക സിദ്ധാന്തമാണ്. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ? മിസ്റ്റർ ഹോംസ്, അദ്ദേഹം വലിയ ലജ്ജാലുവായിരുന്നു. പകൽ വെളിച്ചത്തിലല്ല, വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂടെ നടക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം പ്രകടമായ രീതി വെറുക്കുന്നു എന്നതാണ്. അദ്ദേഹം ഒതുങ്ങിയ മട്ടുകാരനും മാന്യനുമായിരുന്നു. ശബ്ദം പോലും സൗമ്യമായിരുന്നു. ചെറുപ്പത്തിൽ ഗ്രന്ഥിവീക്കം ഉണ്ടായിരുന്നതിനാൽ അവ തൊണ്ടയ്ക്ക് ക്ഷതമുണ്ടാക്കി. പതുക്കെ പിറുപിറുക്കുന്ന തരം സംസാര രീതി അങ്ങനെ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എപ്പോഴും നന്നായി വസ്ത്രധാരണം ചെയ്തിരുന്ന അദ്ദേഹം വളരെ വൃത്തിയും വെടിപ്പുമുള്ളവനുമായിരുന്നു. എങ്കിലും ആ കണ്ണുകൾ ക്ഷീണിച്ചവയായിരുന്നു, എൻ്റേതുപോലെ തന്നെ. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തെ തടയാൻ നേർത്ത നിറത്തിലുള്ള കണ്ണടയും ധരിച്ചിരുന്നു. ശരി, നിങ്ങളുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡി ബാങ്ക് ഫ്രാൻസിലേക്ക് പോയ ശേഷം എന്ത് സംഭവിച്ചു? മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ വീട്ടിലേക്ക് വീണ്ടും വന്നു. അച്ഛൻ തിരിച്ചു വരുന്നതിന് മുൻപ് ഞങ്ങൾ വിവാഹിതരാകണമെന്ന് അഭിപ്രായപ്പെട്ടു. അദ്ദേഹം വളരെ തിടുക്കം കൂട്ടി. വേദപുസ്തകത്തിന് മേൽ എൻ്റെ കൈവച്ചിട്ട് എന്തെല്ലാം വന്നാലും ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും സത്യസന്ധമായിരിക്കുമെന്ന് എന്നെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. അങ്ങനെ പ്രതിജ്ഞ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്നും അത് അയാളുടെ വികാരാവശ്യത്തിൻ്റെ തെളിവാണെന്നും അമ്മ പറഞ്ഞു. ആരംഭം മുതൽക്കേ എല്ലാ കാര്യങ്ങളിലും അമ്മ അദ്ദേഹത്തിന് അനുകൂലിയായിരുന്നു. ഞാൻ അച്ഛനെ അറിയിക്കുന്ന കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അച്ഛനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയെന്നും അതെല്ലാം അമ്മ ശരിയാക്കിക്കൊള്ളാമെന്നും അവർ രണ്ടുപേരും കൂടി പറഞ്ഞു. മിസ്റ്റർ ഹോംസ്, ഞാനതത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നേക്കാൾ ഏതാനും വർഷം മാത്രം പ്രായം കൂടുതലുള്ള രണ്ടാനച്ഛൻ്റെ അനുവാദം വാങ്ങുക എന്നത് രസകരമായി തോന്നാം. എങ്കിലും രണ്ടാനച്ഛൻ അറിയാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അച്ഛൻ്റെ കമ്പനിക്ക് ഫ്രഞ്ച് ഓഫീസിലുണ്ടായിരുന്ന ബോർഡിയോസ്കിലേക്ക് ഞാൻ കത്തെഴുതി. പക്ഷേ വിവാഹത്തിൻ്റെ അന്ന് രാവിലെ ആ കത്ത് എനിക്ക് മടങ്ങി വന്നു. നിങ്ങൾ അയാൾക്കെഴുതിയ കത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നോ? അതെ ഹോംസ്, അതവിടെ ചെല്ലുന്നതിന് മുൻപ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചിരുന്നു. അത് ദൗർഭാഗ്യകരമായി പോയി. നിങ്ങളുടെ വിവാഹം ഈ വെള്ളിയാഴ്ചയാണ് നിശ്ചയിച്ചിരുന്നത് അല്ലേ? ഏത് പള്ളിയിൽ വെച്ചായിരുന്നു? അത് കിങ് ക്രോസിനടുത്ത് സെന്റ് സേവിയേഴ്സിൽ വെച്ചായിരുന്നു. പിന്നീട് സെന്റ് ഫ്രാൻകോസ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണവും. ഹോസ്മർ ഒരു കുതിരവണ്ടിയിലാണ് വീട്ടിൽ വന്നത്. എന്നാൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതിനാൽ ഞങ്ങളെ അതിൽ കയറ്റിവിട്ടിട്ട് അദ്ദേഹം പുറകെ ആ വഴിയിൽ അപ്പോഴുണ്ടായിരുന്ന 4 ചക്രമുള്ള മറ്റൊരു വണ്ടിയിൽ കയറി. ആദ്യം ഞങ്ങൾ പള്ളിയിലെത്തി. അദ്ദേഹം വരുന്നത് നോക്കി ഞങ്ങൾ നിന്നു. പുറകിലത്തെ കുതിരവണ്ടി വന്നു നിന്നിട്ടും അദ്ദേഹം ഇറങ്ങാതിരുന്നപ്പോൾ വണ്ടിക്കാരൻ ഇറങ്ങി നോക്കി. അവിടെ എങ്ങും ആരുമില്ലായിരുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്ന് കുതിരവണ്ടിക്കാരനും അറിയില്ല എന്ന് പറഞ്ഞു. കാരണം വണ്ടിയിൽ അദ്ദേഹം കയറിയത് അയാൾ കണ്ടതാണ്. മിസ്റ്റർ ഹോംസ്, അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിൽ പിന്നെ ഞാനൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി എന്തെങ്കിലും വെളിച്ചം നൽകുന്ന ഒന്നും അറിഞ്ഞിട്ടുമില്ല. അയാൾ നിങ്ങളോട് വളരെ ലജ്ജാകരമായി പെരുമാറിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഓ ഇല്ല ഹോംസ്, അദ്ദേഹം വളരെ നല്ലവനും ദയാശീലമുള്ളവനുമായിരുന്നു. അങ്ങനെ എന്നെ പിരിയാനാവില്ല. എന്തൊക്കെ സംഭവിച്ചാലും എന്നോട് സത്യസന്ധമായിരിക്കുമെന്ന് എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം പറയുമായിരുന്നു. മുൻകൂട്ടി കാണാനാവാത്ത എന്തെങ്കിലും ഞങ്ങളെ വേർപെടുത്തുകയാണെങ്കിൽ ഞാൻ ചെയ്ത പ്രതിജ്ഞ അപ്പോഴോ പിന്നീടോ നിറവേറ്റണമെന്ന് ആവശ്യപ്പെടുമെന്ന് വിവാഹത്തിന് അന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതൊരു വിചിത്രമായ സംസാരമെന്ന് തോന്നാം.
എങ്കിലും അതിനൊരർത്ഥമുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. മുൻകൂട്ടി കാണാനാവുന്ന എന്തോ ദുരന്തം അയാൾ കണ്ടിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അതെ സാർ, അദ്ദേഹം എന്തോ അപകടം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെന്നു വരികിൽ അദ്ദേഹം അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്നാൽ അതെന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? ഇല്ല, അതെനിക്കറിയില്ല. ഒരു ചോദ്യം കൂടെ. നിങ്ങളുടെ അമ്മ ഈ വിവരം എങ്ങനെ എടുത്തു? അവർക്ക് ദേഷ്യമായിരുന്നു. ഞാൻ ഇനി ഈ കാര്യത്തെപ്പറ്റി ഒന്നും മിണ്ടിപ്പോരുതെന്ന് അമ്മ പറഞ്ഞു. നിങ്ങളുടെ രണ്ടാനച്ഛനോ? നിങ്ങൾ ഈ കാര്യം അയാളോട് പറഞ്ഞോ? ഉവ്വ്, എന്നെപ്പോലെ തന്നെ എന്തോ സംഭവിച്ചു എന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. ഹോസ്മറിനെ കുറിച്ച് വീണ്ടും എനിക്ക് കേൾക്കാനാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. എന്നെ പള്ളിവാതിൽ വരെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാൻ ആർക്കാണ് താല്പര്യമുണ്ടാവുക എന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ കയ്യിലുള്ള പണം വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്ത് എൻ്റെ സ്വത്ത് അദ്ദേഹത്തിൻ്റെ പേരിലാക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമായിരുന്നു. എന്നാൽ പണസംബന്ധമായി ഹോസ്മർ വളരെ സ്വതന്ത്രനായിരുന്നു. എൻ്റെ ഒരൊറ്റ ഷില്ലിംഗ് പോലും ചെലവാക്കിയിരുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചിരിക്കാം? എന്താണ് അദ്ദേഹത്തിന് എഴുതാൻ വയ്യാത്തത്? അതേക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എന്നെ ഭ്രാന്തിയാക്കുന്നു. രാത്രി എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. കയ്യുറയിൽ നിന്നും ചെറിയ കടലാസ് വലിച്ചെടുത്ത് അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. മിസ് മേരി സദർലാൻഡ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കേസ് നോക്കാം. തീർച്ചയായും വ്യക്തമായ ഒരു ഫലം നമുക്കുണ്ടാവുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഇതേക്കുറിച്ചോർത്ത് ഇനിയും നിങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമില്ല. അതിലൊക്കെ ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അയാൾ ചെയ്തതുപോലെ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകട്ടെ. അപ്പോൾ ഞാനിനി വീണ്ടും അദ്ദേഹത്തെ കാണില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതെ, ഇല്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. എങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? നിങ്ങൾ ആ ചോദ്യം എനിക്ക് വിടൂ. കുറഞ്ഞ വാക്കുകളിൽ എനിക്ക് അയാളുടെ വ്യക്തമായ ഒരു വിവരണം വേണം. എനിക്ക് തരാവുന്ന കത്തുകളുണ്ടെങ്കിൽ അതും. കഴിഞ്ഞ ശനിയാഴ്ച ക്രോണിക്കിളിൽ ഞാൻ പരസ്യം കൊടുത്തിരുന്നു. ഇതാ ആ കുറിപ്പ്. ഇത് എനിക്ക് അയച്ചിട്ടുള്ള കത്തുകളും. നന്ദി. നിങ്ങളുടെ വിലാസമോ? 31 ലിയോൺ പ്ലേസ്, കേംബർവാൾ. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിൻ്റെ വിലാസം നിങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് ഞാൻ ധരിക്കട്ടെ. നിങ്ങളുടെ അച്ഛൻ്റെ ജോലി സ്ഥലം എവിടെയാണ്? ഫെൻചർച്ച് സ്ട്രീറ്റിലെ പ്രസിദ്ധ വീഞ്ഞ് ഇറക്കുമതിക്കാരായ വെസ്റ്റ് ഹൗസ് ആൻഡ് മാർബാങ്കിനു വേണ്ടി യാത്ര ചെയ്യുകയാണ് അച്ഛൻ. നിങ്ങൾ വിവരങ്ങൾ വ്യക്തമായി തന്നിരിക്കുന്നു. നിങ്ങളുടെ കടലാസുകൾ ഇവിടെ തന്നേക്കൂ. ഞാൻ തന്ന ഉപദേശം മറക്കരുത്. എല്ലാ സംഭവങ്ങളും ഒരു മുദ്ര പതിപ്പിച്ച പുസ്തകമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാനിടയാക്കരുത്. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ദയാലുവാണ്. പക്ഷേ എനിക്കത് ചെയ്യാനൊക്കില്ല. ഞാൻ ഹോസ്മറിനോട് വിശ്വസ്തയായിരിക്കും. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ ഞാൻ തയ്യാറായിരിക്കും. അസാധാരണമായ തൊപ്പിയും ചൈതന്യമറ്റ മുഖവുമാണ് അവരുടെ സന്ദർശകയ്ക്കുണ്ടായിരുന്നെങ്കിലും അവളിലെ ഏതോ ഒരു മാന്യത അവരുടെ ആദരവ് പിടിച്ചുപറ്റി. ചെറിയ കടലാസുകെട്ടുകൾ മേശപ്പുറത്ത് വെച്ചിട്ട് ഇനി ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ വരാമെന്ന ഉറപ്പിന്മേൽ അവൾ പോയി. കുറച്ചു നേരത്തേക്ക് ഷെർലക് ഹോംസ് നിശബ്ദനായിരുന്നു. വാട്സൺ, ആ യുവതി തികച്ചും രസകരമായ പഠന വസ്തുവാണ്. അവളുടെ ചെറിയ പ്രശ്നത്തേക്കാൾ അവളിലാണ് എനിക്ക് താല്പര്യം തോന്നിയത്. എനിക്ക് കാണാൻ കഴിയാതിരുന്ന വളരെ കാര്യങ്ങൾ നിങ്ങൾ അവളിൽ കണ്ടതായി തോന്നുന്നല്ലോ. കാണാൻ കഴിയാത്തതല്ല, പക്ഷേ ശ്രദ്ധിക്കാതിരുന്നതാണ് വാട്സൺ. എവിടെയാണ് നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിനാൽ പ്രധാനപ്പെട്ടതെല്ലാം നിങ്ങൾ വിട്ടുപോയി. കുപ്പായ കൈകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തള്ളവിരൽ നഖത്തിന്റെ സൂചനയെക്കുറിച്ചും ചെരുപ്പിന്റെ വള്ളിയിൽ നിന്നും വ്യക്തമാകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കാനാവില്ല. ആ സ്ത്രീയുടെ പ്രകൃതത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നി വാട്സൺ? അവൾക്ക് സ്ലേറ്റ് കല്ല് നിറമുള്ള വലിയ അരികുള്ള വൈക്കോൽ തൊപ്പിയുണ്ട്. അതിൽ ഇഷ്ടിക നിറമുള്ള തൂവലും. അവളുടെ കറുത്ത ജാക്കറ്റിൽ കറുത്ത മുത്തുമണികൾ ചേർത്തിട്ടുണ്ട്. അല്പം കുറച്ച് ആഭരണങ്ങളും. കാപ്പിപ്പൊടിയേക്കാൾ ഇരുണ്ട തവിട്ടാണ് അവളുടെ വസ്ത്രം. അല്പം ഒരു ഊത നിറം അവളുടെ കഴുത്തിലും കൈകളിലുമുണ്ട്. അവളുടെ കയ്യുറകൾ തവിട്ട് നിറമാണ്. വലിയ ചൂണ്ടുവിരലിന്റെ ഭാഗമായി അവ ദ്രവിച്ചിരുന്നു. അവളുടെ ബൂട്ടുകൾ ഞാൻ നോക്കിയില്ല. കാലിൽ ചെറിയ സ്വർണ്ണ വളയങ്ങൾ ഉണ്ടായിരുന്നു. സാമാന്യം നന്നായി കഴിയാനൊക്കുന്ന സുഖകരമായ അലസമായ ചുറ്റുപാടുകളുള്ളവളാണെന്ന് തോന്നി. കൊള്ളാം വാട്സൺ, തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമാവണ്ണം അടുത്തു വരുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ടവയെല്ലാം നിങ്ങൾ വിട്ടിരിക്കുന്നു എന്നതാണ് സത്യം. എന്നാലും നിങ്ങൾക്ക് ആ മാർഗം പിടികിട്ടിയിരിക്കുന്നു. എൻ്റെ ആദ്യ നോട്ടം എപ്പോഴും ഒരു പെണ്ണിൻ്റെ ചട്ടക്കൈയിലായിരിക്കും. ഒരു പുരുഷനിൽ ഒരു പക്ഷേ അയാളുടെ ട്രൗസറിൻ്റെ മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ആ യുവതിയുടെ ചട്ടയുടെ കയ്യിൽ ഇഴയെടുക്കുള്ള മൃദുശീലയുണ്ടായിരുന്നു. സൂചന നൽകാൻ അവ വളരെ ഉപകാരപ്രദമാണ്. മണിബന്ധത്തിനല്പം മുകളിലായി 2 വരകൾ പോലത്തെ പാടുകൾ കണ്ടത് മേശയ്ക്ക് മേൽ ടൈപ്പിങ്ങിന് കൈകൾ അമർത്തിയിരുന്നതിനാൽ ഉണ്ടാവുന്നവയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തയ്യൽ യന്ത്രവും അതുപോലെ തന്നെ പാടുകൾ ഉണ്ടാക്കും, പക്ഷേ ഇടത്തെ കൈയിൽ മാത്രം.
വിരലിന്റെ അറ്റത്തു നിന്നും അകലെയായി വശത്തായി. ഇതേ ഭാഗത്തായി പെരുവിരലിന്റെ വശത്ത് കുറുകെയാണ് ടൈപ്പിസ്റ്റിന്റെ കയ്യിൽ പാടുകൾ ഉണ്ടാവുക. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. മൂക്കിന്റെ ഇരുവശത്തുമായി കണ്ണടയുടെ പാട് കണ്ടതിനാൽ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്നും കണ്ടു. ഇക്കാര്യങ്ങൾ പറഞ്ഞത് അവളെ അത്ഭുതപ്പെടുത്തി. അതെന്നെയും അത്ഭുതപ്പെടുത്തി. അവൾ ധരിച്ചിരുന്ന ബൂട്ടുകൾ രണ്ടും ഒരുപോലെയുള്ളവയായിരുന്നില്ല. അവ അസാധാരണങ്ങളായിരുന്നു. ഓരോന്നും ഒറ്റപ്പെട്ട രീതിയിൽ. ഒന്നിന്റെ വിരലഗ്രം അല്പം അലങ്കരിച്ചിരുന്നു, മറ്റേത് സാധാരണവും. ഒന്നിൽ 2 ബട്ടനുകളെ ഇട്ടിരുന്നുള്ളൂ, മറ്റേതിൽ 3. വൃത്തിയായി വേഷം ധരിച്ച് നടക്കുന്ന ഒരു യുവതി പകുതി ബട്ടനിട്ട വിചിത്രമായ ബൂട്ടുകൾ ധരിച്ചു കാണുമ്പോൾ അവൾ വീട്ടിൽ നിന്നും ധൃതിയിലാണ് വന്നതെന്ന് പറയാൻ അധികം അനുമാനിക്കണ്ട. പിന്നെന്തുണ്ട്? ഹോംസിന്റെ തീക്ഷ്ണമായ വാദം കേട്ട് സാധാരണ എന്ന പോലെ വളരെ താല്പര്യത്തോടെ വാട്സൺ ചോദിച്ചു. പോരുന്ന സമയത്ത് അവൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നത് ഞാൻ കണ്ടു. പക്ഷെ ശരിക്കും വേഷം ധരിച്ച ശേഷമാണത്. അവളുടെ വലത് കയ്യുറ ചൂണ്ടുവിരലിന്റെ അറ്റത്തായി മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടു. എന്നാൽ 2 കയ്യുറകളിലും വിരലിലും വയലറ്റ് മഷി പറ്റിയിരുന്നത് നിങ്ങൾ കണ്ടില്ല. അവൾ വളരെ തിടുക്കത്തിലാണ് എഴുതിയത്. പേന വളരെ ആഴത്തിൽ മഷിയിൽ മുക്കി. അത് ഇന്ന് രാവിലെ ആയിരുന്നിരിക്കാം. അല്ലെന്ന് വരികിൽ ആ പാട് അത്ര വ്യക്തമായി വിരലിൽ കിടക്കുകയില്ല. പ്രാഥമികമാണെങ്കിലും ഇതെല്ലാം രസകരമാണ്. വാട്സൺ, മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ചുള്ള പരസ്യം നിങ്ങളൊന്ന് വായിക്കൂ. അച്ചടിച്ച ആ ചെറിയ കുറിപ്പ് വാട്സൺ വെളിച്ചത്തിന് നേരെ പിടിച്ചു. കാണാതായി. 14-ാം തീയതി രാവിലെ ഹോസ്മർ ഏഞ്ചൽ എന്നു പേരുള്ള മാനിനെ കാണാതായി. ഏതാണ്ട് 5 അടി 7 ഇഞ്ച് പൊക്കം, കരുത്തുറ്റ ശരീരം, വിളറിയ നിറം, കരുത്തുറ്റ കൃതാവുകളും മീശയും, നേർത്ത നിറമുള്ള കണ്ണട, സംസാരത്തിൽ അല്പം വൈകല്യം. അവസാനം കണ്ടപ്പോൾ ധരിച്ചിരുന്നത് സിൽക്ക് കൊണ്ട് മുൻഭാഗം തുന്നിയിട്ടുള്ള കറുത്ത കോട്ടാണ്. കറുത്ത മാർച്ചട്ടയും സ്വർണ്ണ ആൽബർട്ടും ചെയിനും, ഹാരിസ് ട്യൂഡ് ട്രൗസറുകളും, ഇലാസ്റ്റിക് വശങ്ങളുള്ള ബൂട്ടുകളും തവിട്ട് കയ്യുറകളും. ലഡൻഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നതായി അറിയുന്നു. അത് മതി വാട്സൺ. ആ എഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം അവ സാധാരണമാണ്. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ചൊരു സൂചന പോലുമില്ല. എന്തായാലും ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഏതാണെന്ന് അറിയാമോ വാട്സൺ? ഇത് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒപ്പ് പോലും ടൈപ്പ് ചെയ്തിരിക്കുന്നു. നോക്കൂ, അവിടെ ഒരു തീയതി നിങ്ങൾ കാണുന്നില്ലേ? പക്ഷേ തിരുത്തെഴുത്തോ വിലാസമോ ഒന്നുമില്ല. അവ്യക്തമായി ലഡൻഹാൾ സ്ട്രീറ്റ് എന്ന് മാത്രം. ഒപ്പിനെക്കുറിച്ചുള്ള ആ കാര്യം വളരെ അർത്ഥവത്താണ്. സത്യത്തിൽ നമുക്കതിനെ നിർണായകമെന്ന് വിളിക്കാം. എന്തിൻ്റെ? എൻ്റെ പ്രിയ സുഹൃത്തെ വാട്സൺ, ഈ കേസിൽ അതിന് എത്ര ശക്തിയായ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്തായിരുന്നാലും ഞാൻ 2 കത്തുകൾ എഴുതാം. ഒന്ന് പട്ടണത്തിലെ ഒരു സ്ഥാപനത്തിലേക്കാണ്, മറ്റേത് ഈ യുവതിയുടെ രണ്ടാനച്ഛനായ മിസ്റ്റർ വിൻഡി ബാങ്കിന്. അപ്പോൾ വാട്സൺ, ഈ കത്തുകൾക്ക് മറുപടി വരുന്നവരെ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം. ഹോംസ്, നിങ്ങളത് പരിഹരിച്ചുവോ? തീർച്ചയായും വാട്സൺ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്പം രസമുള്ള ചില വിവരങ്ങളല്ലാതെ ഇതിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. ആ തെമ്മാടിയെ പിടിക്കാൻ നിയമമില്ലെന്ന ഒരൊറ്റ ന്യൂനതയെ ഈ കേസിലുള്ളൂ. ആരാണവൻ? അവൻ മിസ് സദർലാൻഡിനെ ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? ഹോംസ് മറുപടി പറയാൻ തുടങ്ങും മുൻപ് ഘനമാർന്ന കാലടി ശബ്ദവും വാതിൽക്കൽ ഒരു മുട്ടും കേട്ടു. അത് മേരി സദർലാൻഡിന്റെ രണ്ടാനച്ഛൻ മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്കാണ്. കടന്നു വന്ന മനുഷ്യൻ കരുത്തുറ്റ മധ്യവയസ്കനായിരുന്നു. ഏതാണ്ട് 30 വയസ്സ് പ്രായം. വൃത്തിയായി ഷേവ് ചെയ്തിട്ടുണ്ട്. വശീകരിക്കുന്ന സൗമ്യമായ പെരുമാറ്റവും തീക്ഷ്ണതയാർന്ന തുളച്ചു കയറുന്ന ചാരക്കണ്ണുകളും. അവരെ 2 പേരെയും അയാൾ ചോദ്യഭാവേന നോക്കി. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക്. ഈ ടൈപ്പ് ചെയ്ത കത്ത് നിങ്ങളുടേതാണെന്ന് തോന്നുന്നു. ഇന്ന് 6 മണിക്ക് ഒരു കൂടിക്കാഴ്ച നിങ്ങളതിൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഉവ്വ് സാർ, ഞാനല്പം താമസിച്ചു പോയോ? മിസ് സദർലാൻഡ് ഈ നിസ്സാര കാര്യത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ പരസ്യമാക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തിനെതിരെയാണ് അവൾ വന്നത്. എന്നാൽ അവൾ ക്ഷിപ്രകോപിയും സാഹസപ്രകൃതിയുമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു വിഷയത്തിൽ മനസ്സുറച്ചാൽ പിന്നെ അവളെ നിയന്ത്രിക്കാൻ അല്പം വിഷമമാണ്. നിങ്ങളെ ഞാനത്ര കാര്യമാക്കുന്നില്ല. കാരണം ഔദ്യോഗിക പോലീസായി നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ. പക്ഷേ ഒരു കുടുംബ ദൗർഭാഗ്യം ഇതുപോലെ പുറത്തു പറയുന്നത് അത്ര നന്നല്ല. മാത്രമല്ല അതൊരു പാഴ്വേലയുമാണ്. കാരണം ഈ ഹോസ്മർ ഏഞ്ചലിനെ നിങ്ങൾക്കെങ്ങനെ കണ്ടുപിടിക്കാനാവും? മിസ്റ്റർ ജെയിംസ് വിൻഡി ബാങ്ക്, ഞാൻ ഹോസ്മർ ഏഞ്ചലിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മിസ്റ്റർ വിൻഡി ബാങ്ക് ഒന്ന് വല്ലാതെ ഞെട്ടി. തൻ്റെ കയ്യുറ താഴെയിട്ടു. ഇത് കേട്ട് ഞാൻ സന്തോഷിക്കുന്നു. അതൊരു വല്ലാത്ത കാര്യമാണ്. ഒരാളിൻ്റെ കൈയെഴുത്തിനുള്ള വ്യക്തിത്വം ടൈപ്പ് റൈറ്ററുകൾ കൊണ്ട് എന്നതാണ് സത്യം. 2 മെഷീനുകളിൽ ടൈപ്പ് ചെയ്യുന്നവ ഒരേപോലെ ആവില്ല. ചില അക്ഷരങ്ങൾ മറ്റുള്ളവയേക്കാൾ തേഞ്ഞവയാവും. ചിലത് ഒരു വശത്തേക്ക് മാത്രം. നിങ്ങളുടെ ഈ കുറിപ്പിൽ എല്ലാറ്റിനും ഒരല്പം ചരിവുണ്ട്. ഇത് നോക്കൂ. ഈയുടെ മുകളിലുണ്ട്. 6ന്റെ വാലിൽ അല്പം കുഴപ്പമുണ്ട്. ഈ കത്തിൽ 14 മറ്റു പ്രത്യേകതകളുണ്ടെങ്കിലും ഇവയാണ് വളരെ വ്യക്തമായത്.
ഓഫീസിലെ എഴുത്തുകളെല്ലാം ഞങ്ങൾ ഈ മെഷീൻ കൊണ്ടാണ് ചെയ്യുന്നത്. അതല്പം തേഞ്ഞതാണെന്നതിന് സംശയമില്ല. അവരുടെ സന്ദർശകൻ തിളങ്ങുന്ന ചെറിയ കണ്ണുകളാൽ ഹോംസിനെ തുറച്ചു നോക്കിക്കൊണ്ട് അഭിപ്രായപ്പെട്ടു. ഞാൻ സത്യത്തിൽ രസകരമായ ഒരു പഠനം നടത്തി നിങ്ങളെ കാണിക്കാം മിസ്റ്റർ വിൻഡി ബാങ്ക്. കാണാതായ ഒരു മനുഷ്യൻ അയച്ചതെന്ന് ഉദ്ദേശിക്കുന്ന 4 കത്തുകൾ എൻ്റെ കൈവശമുണ്ട്. ഇവയെല്ലാം ടൈപ്പ് ചെയ്തവയാണ്. ഓരോന്നിലും ഈകൾ ചെരിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല 6 കൾക്ക് വാലുമില്ല. എൻ്റെ ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാൽ മറ്റ് 14 പ്രത്യേകതകൾ കൂടി നിങ്ങൾക്ക് കാണാനാവും. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ വിൻഡി ബാങ്ക് തൻ്റെ തൊപ്പി പൊക്കിയെടുത്തു. ഇങ്ങനെയുള്ള ഭ്രാന്തൻ വർത്താനവുമായി സമയം കളയാൻ എനിക്കില്ല മിസ്റ്റർ ഹോംസ്. നിങ്ങൾക്ക് ഈ മനുഷ്യനെ പിടിക്കാമെങ്കിൽ പിടിക്കൂ. അത് ചെയ്തതിന് ശേഷം എന്നെ അറിയിക്കൂ. തീർച്ചയായും ഞാൻ അയാളെ പിടിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുന്നു. എന്ത്? എവിടെ? അയാൾ കെണിയിലകപ്പെട്ട എലിയെ പോലെ വിളറിക്കൊണ്ട് ചുറ്റിനും നോക്കി. മിസ്റ്റർ വിൻഡി ബാങ്ക്, ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു പോകാൻ സാധ്യമല്ല. ഇത്ര നിസ്സാരമായ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായിപ്പോയി. അതൊക്കെ പോട്ടെ, ഇരിക്കൂ, നമുക്കത് പറഞ്ഞു തീർക്കാം. നെറ്റിത്തടത്തിൽ ഒരൽപ്പം നനവോടെ ഭീതിതമായ മുഖഭാവത്തോടെ അവരുടെ സന്ദർശകൻ കസേരയിലേക്ക് വീണു. മിസ്റ്റർ വിൻഡി ബാങ്ക്, ഇത് സ്വാർത്ഥതയാണ്. നീചമായ തരത്തിൽ ഹൃദയശൂന്യമായ വേലയാണ്. ഞാൻ ആ സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. തീർത്തും തകർന്നവനെ പോലെ തല മാറിടത്തിലേക്ക് കുനിച്ച് ആ മനുഷ്യൻ ക്ഷോഭത്തോടെ കസേരയിൽ ചുരുണ്ടുകൂടി. തന്നേക്കാൾ പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീയെ അവളുടെ ധനം മോഹിച്ച് വിവാഹം കഴിച്ച ഒരാൾ, മകളുടെ ധനം അവൾ കൂടെ താമസിക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. അവരുടെ നിലയ്ക്കുള്ള ആളുകൾക്ക് അതൊരു വലിയ തുകയായിരുന്നു. അതിൻ്റെ നഷ്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. അതിനാൽ അത് നിലനിർത്താൻ വേണ്ട ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ വ്യക്തിപരമായ നല്ല നേട്ടങ്ങളും ചെറിയ വരുമാനവുമുള്ളവൾ ഏറെക്കാലം അവിവാഹിതയായിരിക്കുകയില്ല എന്ന് വ്യക്തമായി. അവൾ വിവാഹിതയാകുക എന്ന് വന്നാൽ വർഷം ഒരു 100 പവൻ നഷ്ടമാവുക എന്നാണ് അർത്ഥം. അതിനാൽ അത് തടയാൻ അവളുടെ രണ്ടാനച്ഛന് എന്ത് ചെയ്യാനാകും? അവളെ പിടിയിൽ നിർത്താൻ വ്യക്തമായ മാർഗം തന്നെ അയാൾ സ്വീകരിച്ചു. അവളുടെ പ്രായത്തിലുള്ളവരുമായി ചങ്ങാത്തം കൂടുന്നത് തടഞ്ഞ് അവളെ വീട്ടിൽ തന്നെ നിർത്താൻ അയാൾ ശ്രമിച്ചു. എന്നാൽ എക്കാലത്തേക്കും അത് പോരെന്ന് അയാൾ കണ്ടു. അവൾ വഴങ്ങാതെയായി. അവളുടെ അവകാശങ്ങൾക്കായി വാദിച്ചു. ഒടുവിൽ അവൾ ഏതോ നൃത്തത്തിന് പോകാനുള്ള തൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. അവളുടെ ബുദ്ധിമാനായ രണ്ടാനച്ഛൻ പിന്നെ എന്തു ചെയ്തു? തൻ്റെ ഹൃദയത്തേക്കാൾ ബുദ്ധിക്ക് അവകാശപ്പെട്ട ഒരു ആശയം ആലോചിച്ചെടുത്തു. ഭാര്യയുടെ അംഗീകാരത്തോടും അറിവോടും കൂടി അയാൾ വേഷം മാറി. തീക്ഷണമായ ആ കണ്ണുകൾ നിറമുള്ള കണ്ണട വെച്ച് മറച്ചു. മുഖത്ത് കൊമ്പൻ മീശയും വമ്പൻ കൃതാവും വെച്ചു. വ്യക്തമായ സ്വരം ക്ഷീണിച്ച പിറുപിറുക്കലാക്കി. ആ പെണ്ണിന്റെ ഷോർട്ട് സൈറ്റിൽ നിന്നും ശരിക്കും മുതലെടുത്തുകൊണ്ട് അയാൾ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലായി. അയാൾ തന്നെ അവളെ പ്രേമിച്ചുകൊണ്ട് മറ്റു കാമുകന്മാരെ അകറ്റി. അത് സാർ, ആദ്യം തമാശ മാത്രമായിരുന്നു. അവളത് തുടർന്നു പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. അതെന്തായിരുന്നാലും ആ യുവതി വളരെ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോയി. രണ്ടാനച്ഛൻ ഫ്രാൻസിലാണെന്ന വിശ്വാസം ഉണ്ടായിരുന്നതിനാൽ ഒരു നിമിഷത്തേക്ക് പോലും ചതിയുടെ സംശയം അവളുടെ മനസ്സിലുണ്ടായില്ല. തന്നെയല്ല, അമ്മയുടെ ശക്തമായ ആരാധനാ മനോഭാവം അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മിസ്റ്റർ ഏഞ്ചൽ സന്ദർശനം തുടങ്ങി. യഥാർത്ഥത്തിൽ ഫലമുണ്ടാകണമെങ്കിൽ ആദ്യം ആവുന്നത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് വ്യക്തമായിരുന്നു. സമാഗമങ്ങളുണ്ടായി, വിവാഹ വാഗ്ദാനമുണ്ടായി. ആ പെൺകുട്ടിയുടെ സ്നേഹം മറ്റൊരാളിലേക്ക് തിരിയാതെ അത് രക്ഷിച്ചു. എന്നാൽ ആ ചതി എക്കാലത്തും തുടരാൻ പറ്റില്ല. ഫ്രാൻസിലേക്കുള്ള യാത്ര എന്ന ഈ തട്ടിപ്പ് ഏതാണ്ട് ബാധ്യതയായിരുന്നു. ആ യുവതിയുടെ മനസ്സിൽ സ്ഥിരമായ മുദ്ര പതിക്കുകയും ഭാവിയിൽ കുറെ കാലത്തേക്കെങ്കിലും മറ്റൊരു കമിതാവിനെ കണ്ടെത്തുന്നതിൽ നിന്നും അവളെ തടയുന്ന തരത്തിൽ അത്ര നാടകീയമായി ജോലി അവസാനിപ്പിക്കുകയും ചെയ്യുക, ഇതായിരുന്നു ലക്ഷ്യം. അതുകൊണ്ടാണ് വേദപുസ്തകം സാക്ഷിയാക്കി വിശ്വസ്തതയെക്കുറിച്ചുള്ള ശബ്ദങ്ങൾ നിർബന്ധിച്ചു വാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് വിവാഹ ദിവസം രാവിലെ എന്തോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചന ഉണ്ടായതും. മിസ് സദർലാൻഡ് ഹോസ്മർ ഏഞ്ചലുമായി അത്രമാത്രം ബന്ധപ്പെടുമെന്നും അയാളുടെ വിധിയെപ്പറ്റി അത്രത്തോളം തീർച്ചയില്ലാത്തവളാണെന്നും എങ്ങനെയായാലും വരാൻ പോകുന്ന 10 വർഷത്തേക്ക് അവൾ മറ്റൊരാളെ ശ്രദ്ധിക്കരുതെന്നും ജെയിംസ് വിൻഡി ബാങ്ക് ആഗ്രഹിച്ചു. അയാൾ അവളെ പള്ളിവാതിൽക്കലോളം ആനയിച്ചു. പിന്നീട് മുന്നോട്ടു പോകാൻ വയ്യാത്തതിനാൽ 4 ചക്രമുള്ള ഒരു വാഹനത്തിന്റെ ഒരു വാതിലിലൂടെ കയറി മറ്റേ വാതിലിലൂടെ അപ്രത്യക്ഷനായി. മിസ്റ്റർ വിൻഡി ബാങ്ക്, അതായിരുന്നു സംഭവ ശൃംഖല എന്ന് ഞാൻ ഊഹിക്കുന്നു. ഹോംസ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ സന്ദർശകൻ തന്റെ മനസാന്നിധ്യം ഏതാണ്ട് വീണ്ടെടുത്തിരുന്നു. വിളറിയ മുഖത്ത് പരിക്കൻ പുച്ഛഭാവത്തോടെ അയാൾ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അങ്ങനെയാവാം, അല്ലാതാവാം. പക്ഷേ നിങ്ങൾ അത്രത്തോളം തീക്ഷണ ബുദ്ധിയാണെങ്കിൽ ഇപ്പോൾ നിയമം ലംഘിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, ഞാനല്ല. ആദ്യം മുതൽക്കേ നടപടി സ്വീകരിക്കാവുന്ന യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഈ വാതിലടച്ചു പൂട്ടിയിരിക്കുന്നതിന് താങ്കൾ നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, കയ്യേറ്റം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടാം. വാതിലിന്റെ പൂട്ട് തുറന്നിട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു. നിങ്ങൾ പറയും പോലെ നിയമത്തിന് നിങ്ങളെ തൊടാനാവില്ല.
എന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്ന മറ്റൊരാൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ യുവതിക്ക് ഒരു സഹോദരനോ സുഹൃത്തോ ഉണ്ടെങ്കിൽ അയാൾ നിങ്ങളെ ചമ്മട്ടിക്കടിക്കും. എൻ്റെ കക്ഷിയോട് എനിക്കുള്ള ചുമതലയുടെ ഭാഗമല്ല അത്. എന്നാലും ഇതാ കയ്യെത്തുന്നെടുത്തൊരു ചമ്മട്ടി. അവരുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ ആ കർമ്മം നിർവഹിച്ചേക്കാം. ഷെർലക് ഹോംസ് അടുത്തിരുന്ന ചമ്മട്ടി കടന്നെടുക്കുന്നതിന് മുൻപ് തന്നെ കോണിപ്പടികളിൽ ചടുലമായ കാൽപെരുമാറ്റ സ്വരം കേട്ടു. മുറിയുടെ കനത്ത വാതിൽ വലിച്ചു തുറക്കപ്പെട്ട സ്വരവും കേട്ടു. മിസ്റ്റർ വിൻഡി ബാങ്ക് റോഡിലൂടെ ആവുന്നത്ര വേഗത്തിൽ ഓടുന്നത് ജനലിലൂടെ അവർക്ക് കാണാൻ കഴിഞ്ഞു. കസേരയിൽ ഒരിക്കൽ കൂടി അലസമായി ഇരുന്ന് ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു, നിർദ്ദയനായ തെമ്മാടി. അയാൾ ഒരു കുറ്റത്തിൽ നിന്നും മറ്റൊരു കുറ്റത്തിലെത്തും. അവസാനം അസഹനീയമായ എന്തെങ്കിലും ചെയ്ത് കഴുമരത്തിലൊടുങ്ങും. പിന്നെ മിസ്റ്റർ ഹോംസ്, നിങ്ങളുടെ യുക്തിവിചാരത്തിൻ്റെ എല്ലാ കണ്ണികളും എനിക്ക് മനസ്സിലായില്ല. വാട്സൺ, മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിന് ഈ അസാധാരണ പെരുമാറ്റത്തിന് എന്തെങ്കിലും സുശക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നിരിക്കണം എന്ന കാര്യം ആദ്യമേ തന്നെ സുവ്യക്തമായിരുന്നു. നമുക്ക് മനസ്സിലാകുവാൻ സാധിച്ചിടത്തോളം ഈ സംഭവം കൊണ്ട് യഥാർത്ഥത്തിൽ ലാഭം കിട്ടിയ ഒരേയൊരു വ്യക്തി അയാൾ തന്നെയാണ്. രണ്ടുപേരും ഒരിക്കലും ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നും ഒരാൾ അകലെ ആയിരിക്കുമ്പോഴാണ് മറ്റേയാൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുമുള്ള കാര്യം ശ്രദ്ധേയമായിരുന്നു. നിറം പിടിപ്പിച്ച കണ്ണടയും അസാധാരണ സ്വരവും ഇടതൂർന്ന മീശയും പ്രച്ഛന്നതയെ സൂചിപ്പിക്കുന്നു. ഒപ്പ് ടൈപ്പ് ചെയ്യുന്ന സവിശേഷ പ്രകൃതി എൻ്റെ സംശയങ്ങളെ ബലപ്പെടുത്തി. രണ്ടാനച്ഛൻ്റെ കൈയക്ഷരം അവൾക്ക് അത്ര പരിചിതമാണെന്നും അതിൻ്റെ ഏറ്റവും നിസ്സാരമായ മാതൃക പോലും അവൾ തിരിച്ചറിയുമെന്നുമുള്ള നിഗമനത്തിൽ ഞാനെത്തി. ഒറ്റപ്പെട്ട ഈ സംഭവങ്ങളും നിസ്സാരമായ മറ്റു നിരവധി കാരണങ്ങളും ഒരേ ലക്ഷ്യത്തിൽ തന്നെ വിരൽ ചൂണ്ടി. താങ്കൾ എങ്ങനെയാണ് അവ ശരിയാണോ എന്ന് പരിശോധിച്ചത്? ഈ മനുഷ്യൻ പണിയെടുത്ത സ്ഥാപനം എനിക്കറിയാമായിരുന്നു. അച്ചടിച്ച് കിട്ടിയ വിവരണത്തിൽ നിന്നും പ്രച്ഛന്നതയുടെ എല്ലാം ഞാൻ ഒഴിവാക്കി. മേൽമീശ, കണ്ണട, ശബ്ദം, എന്നിട്ട് ഞാനത് ആ സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുത്തു. അവരുടെ പ്രതിനിധികളിൽ ആരുടെയെങ്കിലും വിവരണങ്ങളുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. ടൈപ്പ്റൈറ്ററിന്റെ പ്രത്യേകതകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ ഔദ്യോഗിക മേൽവിലാസത്തിൽ ഞാൻ എഴുതുകയും ചെയ്തു. പ്രതീക്ഷിച്ച പോലെ അയാളുടെ മറുപടി ടൈപ്പ് ചെയ്തതായിരുന്നു. നിസ്സാരമെങ്കിലും സവിശേഷമായ ന്യൂനതകൾ അത് പ്രത്യക്ഷപ്പെടുത്തി. ഫൈൻ ചർച്ച് തെരുവിലെ വെസ്റ്റ് ഹൗസ് ആൻഡ് മാർ ബാങ്കുകാരുടെ കത്തും എനിക്ക് അതേ തപാലിൽ കിട്ടി. അവരുടെ ജോലിക്കാരനായ മിസ്റ്റർ വിൻഡി ബാങ്കിന്റെ വിവരണങ്ങളുമായി എല്ലാ കാര്യങ്ങളിലും യോജിക്കുന്നു എന്നവരറിയിച്ചു. അപ്പോൾ മിസ് സദർലാൻഡോ? അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയില്ല. കടുവക്കുട്ടിയെ കടന്നു പിടിക്കുന്നവനും ഒരു സ്ത്രീയിൽ നിന്നും അവളുടെ വിഭ്രാന്ത ദർശനം എടുത്തു മാറ്റുന്നവനും അപകടങ്ങൾ ഉണ്ടാവും എന്ന പേർഷ്യൻ പഴഞ്ചൊല്ല് ഓർക്കുന്നില്ലേ വാട്സൺ?